ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു ബിസിനസ് ലോണിനെ കുറിച്ചാണ്. നിങ്ങൾക്കായിരിക്കും ഓൺലൈൻ ബിസിനസ് ലോൺ കുറെ പേര് നോക്കാറുള്ള സംഭവമാണ് വെച്ചാൽ ഇപ്പോ അതായത് നമുക്കൊരു 90 lakhs വരെയൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനിൽ ബിസിനസ് ലോൺ കൊടുക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അതായത് ടാറ്റ ക്യാപിറ്റൽകാരുടെ ബിസിനസ് ലോണിന്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ടാറ്റ ഗ്രൂപ്പിന്റെ തന്നെയാണ്. അപ്പോൾ ഉടായ്പ സംഭവമൊന്നുമല്ല. അപ്പോൾ ആ പേര് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് ലോണിന്റെ കാര്യം നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ലോണിന്റെ കാര്യം നമ്മളൊന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബിസിനസ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ഒരു ലോൺ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ നോക്കി നോക്കാം. നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ മാർക്കുണ്ട്. നിങ്ങൾക്ക് ഡാറ്റ കിട്ടാനും ഈസി ആയിട്ട് കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടിയിട്ട് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ റെഫറൽ ലിങ്കുകളാണല്ല. അപ്പൊ ഇതിന്റെ എമൗണ്ട് പറയുന്നത് നമുക്ക് 1 lakh തൊട്ട് 90 lakh വരെ നമുക്ക് ആക്ച്വലി ഇവർ കൊടുക്കുന്നുണ്ട് ലോണ്. അതുപോലെ തന്നെ ടെന്നറിൽ നോക്കിക്കഴിഞ്ഞാൽ 12 മാസം തൊട്ട് 60 മാസം വരെ ലോൺ ടെന്നറും കൊടുക്കുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്ഡ് ആയാലും നോൺ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയാലും നമുക്ക് സെയിം ആയിട്ട് രണ്ടാൾക്കും ലോൺ കിട്ടും. 16% തൊട്ട് 26% നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഇൻട്രസ്റ്റ് അത്ര കത്തിനെയാണ്. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനാണെങ്കിൽ 12 തൊട്ട് 15% ഇൻട്രസ്റ്റ് വരിക കേട്ടോ. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനാണെങ്കിൽ 13.2%, അതായത് സാലറിയുടെ എംപ്ലോയർ ആണെങ്കിൽ 13.25% തൊട്ട് 17.5% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള നോർമൽ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ, 16 to 26 വരുന്നത്. ബാക്കിയൊക്കെ അതിനായിട്ടും കുറവാണ്. ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത ലോൺ നമ്മൾ എടുക്കാൻ പറ്റും. അതായത് നമുക്ക് 1 lakh തൊട്ട് 90 lakh വരെ നമുക്ക് അപ്രൂവ് ആയിട്ട് അതിന്റെ ഇടയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ലോൺ ടെനറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലോൺ ടെനറാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം. അതായത് 12 മാസം തൊട്ട് 60 മാസം നമുക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ 12 മാസം എടുക്കുക. ഏറ്റവും കൂടുതൽ അതായത് EMI നിങ്ങൾക്ക് ലോൺ ടെനർ അനുസരിച്ചാണ് EMI വരിക. ഇപ്പോൾ ലോൺ ടെനർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് EMI കുറഞ്ഞു വരും. അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് കൂട്ടുക വേറെ കാര്യം. പിന്നെ വരുന്നത് നമുക്ക് ടേം ലോൺ അല്ലെങ്കിൽ OD ഫെസിലിറ്റിയും വരുന്നുണ്ട്. അതായത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള EMI അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയും OD ഫെസിലിറ്റി എന്തായാലും അറിയണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടുകളൊക്കെ അറിയണ്ടായിരിക്കും. അതുപോലെ തന്നെ മിനിമം ഡോക്യുമെന്റേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഏതൊക്കെയൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ക്വിക്ക് ഡിസ്പേഴ്സലും അതുപോലെ തന്നെ ക്വിക്ക് അപ്രൂവലും ഫാസ്റ്റ് ഡിസ്പേഴ്സലും സംഭവമൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. കൊളാറ്ററൽ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ എന്തെങ്കിലും വീഡിയോയ്ക്കാന്നൊക്കെ പറയില്ലേ കൊളാറ്ററൽ എന്ന് പറയാം, അതൊന്നും ആവശ്യമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോർ സ്റ്റെപ്പ് സർവീസുകളും അവൈലബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് we provide doorstep services to make your borrowing experience hassle free. You can simply apply for a business loan with us and we will arrange for. അതായത് അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് നോർമലി നമ്മുടെ ബാങ്ക് കാർ ലോണൊക്കെ എടുക്കുമ്പോൾ ചില കാറൊക്കെ കൊണ്ട് നമുക്ക് ലോണിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് ഞാനൊക്കെ എടുത്തപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് നമുക്ക് വീട്ടിലേക്ക് നെക്സ്റ്റക്കാർ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക ഡോക്യുമെന്റേഷൻ സംഭവമൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 5 സ്റ്റെപ്പ് ആക്ച്വലി ഉള്ളൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടാ. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് ഫിൽ ഇൻ ദ റിക്വയർഡ് ഡീറ്റെയിൽസ് ഇൻ അവർ ഓൺലൈൻ ബിസിനസ് ലോൺ ആപ്ലിക്കേഷൻ ഫോം. രണ്ടാമത്തെ പറയുന്നത് ഡോക്യുമെന്റ് സബ്മിഷൻ ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പ്രൊഫൈൽ ആണ് വരിക. അപ്ലോഡ് ദ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഓൺ അവർ വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ എവിടെയും പോയിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലോ അങ്ങനെ സംഭവത്തിലൊന്നും പോയി ഷെയർ ചെയ്യരുത്. പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് എടുക്കും. വെയിറ്റ് ഫോർ ദ വെരിഫിക്കേഷൻ ഓഫ് യുവർ ബിസിനസ് ലോൺ ആപ്ലിക്കേഷൻ ആൻഡ് സബ്മിറ്റഡ് ഡോക്യുമെന്റ്. നാലാമത്തെയാണ് ലോൺ അപ്രൂവൽ മെസ്സേജ് വരിക. ആഫ്റ്റർ സക്സസ്ഫുൾ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ് വി വിൽ അപ്രൂവ് യുവർ ബിസിനസ് ലോൺ ആപ്ലിക്കേഷൻ. അടുത്തത് ബിസിനസ് ഡിസ്പേഴ്സലാണ്. അപ്പൊ 5 സ്റ്റേജാണ് വരുന്നത്. ആദ്യത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ഡോക്യുമെന്റ് സബ്മിഷൻ ചെയ്യുക, വെരിഫിക്കേഷൻ ചെയ്യുക, അതായത് അവർ ചെയ്തോളും. ലോൺ അപ്രൂവൽ ആവും. ലോൺ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഡിസ്പേഴ്സൽ ആവട്ടെ, എമൗണ്ട് ഡിസ്പേഴ്സ് ആവും നമ്മുടെ അക്കൗണ്ടിലേക്ക് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബിസിനസ് ലോണിന്റെ ഒരു ഫീച്ചർ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ടാറ്റ ക്യാപിറ്റലായിട്ട് ഓൾറെഡി നിങ്ങൾ കസ്റ്റമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. ഒരു പേഴ്സണൽ ലോൺസും എല്ലാ ലോണും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇൻസ്റ്റന്റ് ലോൺ അങ്ങനെ കുറെ സംഭവം കൊടുക്കുന്നുണ്ട്. കൊളാറ്ററൽ ഫ്രീ ലോണ്, പിന്നെ എന്താ പറയുക ഹൈ ലോൺ എമൗണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റീപേയ്മെന്റ് ഓപ്ഷൻ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇൻട്രസ്റ്റ് റേറ്റും കോമ്പറ്റീറ്റീവ് എന്ന് പറയുന്നത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിലല്ലാത്ത എല്ലാ അന്വേഷണങ്ങളും തന്നെയാണ് അവസ്ഥ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ബാങ്കിലായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രോസസ്സിംഗ് സംഭവമൊക്കെ ഈസി ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും. അതാണ് ശരിക്കും അതിന്റെ പ്രത്യേകത. അല്ല വേറെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് തന്നെയാണ് സേഫ്. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ MSME ലോണ്, SME ലോണ്, വുമൺ എന്റർപ്രീനേഴ്സിനുള്ള ലോൺസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ EMI ഓപ്ഷൻ നമുക്ക് ടൈലേർഡ് ഈ സംഭവം ചെയ്യാം. ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് ടൂൾസ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫറിംഗ് പ്രോസസ്സാണ് എല്ലാത്തിനുള്ള ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കസ്റ്റമർ കെയറും വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇത് പ്രൊമോഷൻ സംഭവം അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ചുമ്മാ കുറച്ച് പേര് ചോദിച്ചപ്പോൾ നമ്മളൊരു നല്ലൊരു ലോൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഒരു ബിസിനസ് ലോണിന്റെ. അല്ലാണ്ട് നമ്മളിത് പ്രൊമോഷൻ സംഭവം അല്ല കേട്ടോ. പിന്നെ ഇതിൽ എന്തിനൊക്കെ നമുക്ക് ആക്ച്വലി ലോൺ എടുക്കാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ്പാൻഷൻ ഓഫ് യുവർ ബിസിനസ്. ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പാൻഷന് വേണ്ടിയിട്ടും വേണമെങ്കിൽ ലോൺ എടുക്കാം.
അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ലോൺ എടുക്കാം. ക്യാഷ് ഫ്ലോ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിനും വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് ലോൺ ഫോർ വുമൺ, MSME SME ലോൺസ് കൊടുക്കുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കൊടുക്കുന്നുണ്ട്, മെഷീനറി ലോൺ, അങ്ങനെ കുറെ ലോൺ കൊടുക്കുന്നുണ്ട് ബിസിനസ് ലോണിൽ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ക്രൈറ്റീരിയ എന്ന് പറയാം. ഏജ് 21 അബോ, മാക്സിമം 65 ആണ് കേട്ടോ. പിന്നെ ക്രെഡിറ്റ് സ്കോർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 650 ഓർ അബോ. ബിസിനസ് ലോൺ ഷുഡ് ബി പ്രോഫിറ്റബിൾ, അതായത് ബിസിനസ് ഷുഡ് ബി പ്രോഫിറ്റബിൾ. പിന്നെ മിനിമം 2 years ഓഫ് ബിസിനസ് സ്റ്റെബിലിറ്റി. അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലോൺ അപ്ലൈ ചെയ്യാൻ അതനുസരിച്ചിട്ടാണ് കേട്ടോ. ബാങ്ക് ബാലൻസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 5,000. അതൊക്കെ ഒരു ചെക്ക് കിട്ടാം. ബിസിനസ് ലോൺ കിട്ടാൻ കുറച്ച് പാടാകും, അറിയാം. ചുമ്മാ ഒരു തരുന്നില്ല, എല്ലാം ചെക്കി തിരക്കി തരുമ്പോൾ എന്ന് വെച്ചാൽ അത് ഹൈ എമൗണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ വേറെ കുറെ ഉടായ്പ ഫ്രോഡ് ആപ്പുകളും സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നടക്കുന്നുണ്ട് ബിസിനസ് ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലൊന്നും കയറി ചാടിപ്പെടാണ്ട് നല്ല ഒറിജിനൽ ആയിട്ടുള്ള RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFC അപ്ലൈ ചെയ്യാനുള്ള വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലാണ്ട് പ്രൊമോഷനോ സംഭവം നല്ല കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പേര് നമ്മുടെ എന്റെ ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാവരും റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. അടുത്തില്ലാണോ?